ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഫങ്ഷൻ എന്താണെന്നും എന്തൊക്കെയാണ് ഫങ്ഷൻ്റെ ബെനിഫിറ്റ്സ് എന്നെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് കേട്ടിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വരിക. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ്. ദർ ആർ 2 ടൈപ്പ് ഓഫ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് എന്തുണ്ട്? 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ലൈബ്രറി ഫങ്ഷനും രണ്ടാമത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷനും. അപ്പോൾ ഫങ്ഷൻ്റെ എത്ര കാറ്റഗറി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാറ്റഗറി ഉണ്ട്. ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. എന്താണ് ലൈബ്രറി ഫങ്ഷൻ? എ ലൈബ്രറി ഫങ്ഷൻ ഈസ് ഓൾസോ റെഫേർഡ് ആസ് എ ബിൽട്ടിംഗ് ഫങ്ഷൻസ്. ലൈബ്രറി ഫങ്ഷൻസിനെ പറയാം ബിൽട്ടിംഗ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽട്ടിംഗ് ഫങ്ഷൻസ് ഓൾറെഡി കമ്പൈൽ ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ഓൾറെഡി നമ്മളെന്തുണ്ട്, നമ്മളെ സി പ്രോഗ്രാമിലുണ്ട്. അത് എന്ത് ചെയ്യണ്ട, നമ്മളതിൻ്റെ കോഡോ കാര്യങ്ങളൊന്നും നമ്മൾ എഴുതണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ ഫങ്ഷൻ എന്ത് ചെയ്താൽ മതി, കോൾ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, നമുക്കതിൽ എഡിറ്റ് ചെയ്യാനോ ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കഴിയില്ല. നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി എന്തുണ്ട്, നമ്മുടെ സിസ്റ്റത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉദാഹരണം പറയുകയാണെന്ന് വെച്ചെങ്കിൽ POW പവർ, SQRT, strcpy, strcmp, strrev, printf, scanf, ഈ സംഭവത്തിനൊക്കെയാണ് എന്ത് പറഞ്ഞത്, ബിൽട്ടിംഗ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ലൈബ്രറി ഫങ്ഷൻസ്. ഓരോ ഫങ്ഷൻസിൻ്റെയും ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓരോന്നിനും കറക്റ്റായിട്ടുള്ള ഹെഡർ ഫയലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസൊക്കെ string.h എന്നുള്ള ഹെഡർ ഫയലിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് math.h എന്നുള്ള ലെറ്റർ ഫയൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, printf, scanf ഒക്കെ stdio.h ലെറ്റർ ഫയൽ. അങ്ങനെ എന്തുണ്ട്, ഓൾറെഡി ഇതിൽ ഡിഫൈൻ ചെയ്ത് വെച്ച കുറേ ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് കോൾ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അങ്ങനത്തെ ഫങ്ഷൻസിനെ എന്ത് പറയുന്നത്, ലൈബ്രറി ഫങ്ഷൻസ് അല്ലെങ്കിൽ ബിൽട്ടിംഗ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻ ദാറ്റ് ആർ പ്രോഗ്രാമർ ക്രിയേറ്റ് ആർ നോൺ ആസ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അപ്പോൾ എന്ത് ചെയ്യുക, ചില ഫങ്ഷൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ ഫങ്ഷൻസിനെ എന്ത് പറഞ്ഞത്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ആൻഡ് മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ പ്രോഗ്രാമർ. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫങ്ഷൻസിൻ്റെ ഉള്ളിൽ മോഡിഫിക്കേഷൻസ് വരുത്താം. അതേപോലെ തന്നെ അതിൽ കൂടുതലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എഴുതിയ കോഡിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. Whenever we write the function that is case specified and it is not defined in any header file, എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇതിൻ്റെ മുകളിൽ അത് പേര് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുമ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസിൻ്റെ പേരോ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് നമുക്ക് ഹെഡർ ഫയൽ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെഡർ ഫയലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാനൊക്കെ പറ്റും. അതായത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ഹെഡർ ഫയലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. അത് പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ചിലപ്പോൾ എഫക്റ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് നമുക്ക് നമ്മളതായിട്ടുള്ള രൂപത്തിൽ ഹെഡർ ഫയലും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി, ഫങ്ഷൻസ് എഴുതിയ ഡെഫിനേഷനൊക്കെ അതിൽ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഇനി അതല്ല, നമ്മളെ പേരിൽ ഒരു ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഡെഫിനേഷൻ കൊടുത്തിട്ട് നമുക്ക് കോൾ ചെയ്യാം. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നോർമലി ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് യൂസർ ഡിഫൈൻഡ് ഫങ്ഷന്. ഇപ്പോൾ ഞാൻ എഴുതുന്നത് എന്ത് ചെയ്യുക, 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ഫങ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റ് സം, ഇൻറ്റ് എ, ഇൻറ്റ് ബി, റിട്ടേൺ a+b. അപ്പോൾ ഈ ഫങ്ഷൻ കോൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, x ഈക്വൽ ടു സം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ 10,20 അങ്ങനെ കോൾ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, 10 എയിലോട്ടും 20 ബിയിലോട്ടും വരും. എന്നിട്ട് അതെന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അപ്പോൾ ആ വാല്യൂസ് എന്ത് ചെയ്യും, ഇവിടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ, 2 നമ്പർ സമ്മ് കാണാനുള്ള ഒരു ഫംഗ്ഷനാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഏത് വാല്യൂസെങ്കിലും ആ വാല്യൂവിൻ്റെ സമ്മ് എന്ത് ചെയ്യും, കണ്ടിട്ട് അത് റിട്ടേൺ ചെയ്യും. അതാണ് ഈ ഫംഗ്ഷൻ.
ഇനി എലമെൻറ്റ്സ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിൻ്റെ എലമെൻറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, കോൾ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് ഒരു ഫങ്ഷൻസിൻ്റെ എലമെൻറ്റ്സ് എന്നുള്ളത് നോക്കാം. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഹാവ് മെയിൻലി ത്രീ എലമെൻറ്റ്സ്. മെയിനായിട്ട് 3 എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ഫങ്ഷൻ ഡെഫിനിഷൻ, ഫങ്ഷൻ കോൾ, ഫങ്ഷൻ ഡിക്ലറേഷൻ. ഫങ്ഷൻ ഡെഫിനിഷൻ, ഫങ്ഷൻ കോൾ, ഫങ്ഷൻ ഡിക്ലറേഷൻ. ഫങ്ഷൻ ഡെഫിനിഷൻ ഈസ് എ ബോഡി ഓഫ് ദി ഫങ്ഷൻ. ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പുറത്ത് കാണിച്ചില്ലേ ഇൻറ്റ് സം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ റിട്ടേൺ A+B. ഈ സാധനത്തിന് എന്ത് പറയുന്നത് ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയാം. ഫങ്ഷൻ കോൾ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇൻസ്ട്രക്ട്സ് എ കമ്പൈലർ ടു എക്സിക്യൂട്ട് ദ ഫങ്ഷൻ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫങ്ഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നില്ലേ, നമ്മളതിൻ്റെ പ്രിൻ്റ് എഫിൻ്റെ ഡെഫിനേഷൻ എന്തുണ്ട്, ആ ഹെഡർ ഫയലിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രോഗ്രാമിൽ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ല, ആ സാധനത്തിന് എന്ത് പറയുന്നത് ഫങ്ഷൻ കോൾ. അതായത് ആ ഫങ്ഷൻ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് എന്താ ഫങ്ഷൻ കോൾ. ഫങ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ, വോയിഡ് പ്രിൻറ്റ് ലൈൻ എന്ന സാധനം ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ സാധനം ഇതിനാണ് എന്ത് പറയുന്നത് ഫങ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ 3 ഭാഗങ്ങളുള്ളത്: ഫങ്ഷൻ ഡെഫിനിഷൻ, ഫങ്ഷൻ കോൾ, ഫങ്ഷൻ ഡിക്ലറേഷൻ. ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ്റെ ബോഡി, ഫങ്ഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫങ്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ വേണ്ടി കോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫങ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിക്ലറേഷൻ. ഇനി ഫങ്ഷൻ ഡെഫിനിഷൻ. എ ഫങ്ഷൻ ഡെഫിനിഷൻ ഈസ് നോൺ ആസ് ഫങ്ഷൻ ഇംപ്ലിമെൻറ്റേഷൻ. A function definition include following elements. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഫങ്ഷൻ ഡെഫിനീഷനിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? ഫങ്ഷൻ ഡെഫിനേഷനിൽ എന്തുണ്ട്, മെയിനായിട്ടുള്ള 6 ഭാഗങ്ങളുള്ളത്. ഫങ്ഷൻ നെയിം, ഫങ്ഷൻ ടൈപ്പ്, ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്, ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ, ഫങ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷേ ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. ഓക്കെ, അത് ഒരു ഫങ്ഷൻ ഡെഫിനീഷൻ. ഇപ്പോൾ നമ്മൾ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നില്ലേ, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്. അപ്പോൾ അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞില്ലേ ഇൻറ്റ് സം എന്നൊക്കെ പറഞ്ഞാൽ ഈ സാധനങ്ങളെ കുറിച്ച് മാറ്റാണ്. ഇത് ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റിട്ടേൺ ടൈപ്പാണ്. സം എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ്റെ പേരാണ്. ഇൻറ്റ് A, ഇൻറ്റ് B എന്നൊക്കെ പറഞ്ഞ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് ആർഗ്യുമെൻ്റാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റാണ്. മനസ്സിലായി? ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എന്താണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഓൾ ദ 6 എലമെൻറ്റ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു 2 പാർട്ട്, നെയിംലി ഫങ്ഷൻ ഹെഡർ, ഫങ്ഷൻ ബോഡി. ഫങ്ഷൻ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 3 എലമെൻറ്റിനാണ് എന്ത് പറഞ്ഞത് ഫങ്ഷൻ ഹെഡർ എന്ന് പറഞ്ഞാൽ. ഫങ്ഷൻ്റെ നെയിം, ഫങ്ഷൻ്റെ ടൈപ്പ്, ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്. കണ്ടോ ഫങ്ഷൻ്റെ ടൈപ്പ്, ഫങ്ഷൻ്റെ നെയിം. കണ്ടോ ഇതിൽ നോക്കിയേ, ഈ എക്സാമ്പിളിൽ നോക്കിയേ, ഇതാണ് ഫങ്ഷൻ്റെ ടൈപ്പ് ഇൻറ്റ്, സം എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ്റെ പേര്, ഇതെന്താണ് പാരാമീറ്റർ ലിസ്റ്റ്. ഈ 3 ഭാഗത്തിനെ നമ്മൾ എന്ത് പറയുന്നത് ആ കാറ്റഗറൈസ് ചെയ്ത ഭാഗം. മനസ്സിലായില്ലേ? ഫങ്ഷൻ്റെ നെയിം, ഫങ്ഷൻ്റെ ടൈപ്പ്, ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്, അതാണ് ഫങ്ഷൻ്റെ ഹെഡർ എന്ന് പറയുന്നത്. ഫങ്ഷൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഞാൻ ഒറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, റിട്ടേൺ A+B. ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, ലോക്കൽ വേരിയബിൾ നമുക്ക് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എന്തുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇൻറ്റ് സി എന്നാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത്. C is equal to A+B, റിട്ടേൺ C കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഇൻറ്റ് സി എന്ന് പറഞ്ഞതും C is equal to A+B എന്ന് പറഞ്ഞത് അതിൻ്റെ ഡെഫിനേഷനാണ്. അതേപോലെ തന്നെ റിട്ടേൺ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ടൈപ്പ്. ആ 3 എണ്ണത്തിന് എന്ത് ചെയ്യും, ഫങ്ഷൻ ബോഡി എന്ന് പറയും. സെക്കൻഡ് 3, അതായത് ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷന്, ഫങ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഫങ്ഷൻ ബോഡി എന്ന് പറയും. അപ്പോൾ ഫങ്ഷൻ ഡെഫിനീഷന് 6 ഭാഗങ്ങളാണ്: ഫങ്ഷൻ നെയിം, ഫങ്ഷൻ ടൈപ്പ്, ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്, ലോക്കൽ വേരിയബിൾസ്, ഫങ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫസ്റ്റത്തെ 3 എണ്ണത്തിന് ഫങ്ഷൻ ഹെഡർ എന്ന് പറയും. ലാസ്റ്റത്തെ 3 എണ്ണത്തിന് എന്ത് പറയും, ഫങ്ഷൻ ബോഡി എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി അതെന്ത് ചെയ്യുക, അതിൻ്റെ പ്രത്യേകമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജനറൽ ഫോം ഉണ്ടോ, ഫങ്ഷൻ്റെ ടൈപ്പ്, ഫങ്ഷൻ്റെ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്. ഫസ്റ്റത്തെ 3 എണ്ണമാണ് ഫങ്ഷൻ നെയിം, ഫങ്ഷൻ ടൈപ്പ്, ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്. അതാണ് ഇൻറ്റ് സമ്മ്. സമ്മ് ഇൻറ്റ് X, ഇൻറ്റ് Y. ആ ഭാഗമാണ്. ഇപ്പോൾ ഫങ്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഇൻറ്റാണ്. ഫങ്ഷൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാണ്. പാരാമീറ്റർ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ
ഇൻറ്റു എക്സ് കോമ ഇൻറ്റു വൈ എന്ന് പറഞ്ഞ ആ സാധനത്തിന് എന്ത് പറയുക പാരാമീറ്റർ ലിസ്റ്റ്. അതാണ് ഫംഗ്ഷൻ്റെ ഹെഡർ എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ ഉള്ളിൽ പറഞ്ഞില്ലേ ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ, എക്സിക്യൂട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഇവിടെ കണ്ടോ ഇൻ്റെ റിസൾട്ട്. നമ്മൾ സി എന്നൊക്കെ പറഞ്ഞ അവിടെ പറഞ്ഞു ഇൻ്റെ റിസൾട്ട് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ റിട്ടേൺ റിസൾട്ട്. ഈ കണ്ടോ ഇൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാണ് ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ. റിസൾട്ട് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞതാണ് എന്ത് പറയുന്നത് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞില്ലേ ആ സ്റ്റേറ്റ്മെൻറ്റ്സ്. പിന്നെ റിട്ടേൺ റിസൾട്ട് എന്ന് പറഞ്ഞാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് എന്തുന്നത് ഒരു ഫംഗ്ഷൻ പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? അടുത്തതായി ഫംഗ്ഷൻ കോളിംഗ്. ഫംഗ്ഷൻ കോൾസ്. ഒരു ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യുക? എ ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് ബൈ സിംപ്ലി ബൈ യൂസിങ് ഫംഗ്ഷൻ നെയിം ഫോളോഡ് ബൈ ദ ലിസ്റ്റ് ഓഫ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി അല്ലേ. ഇപ്പോൾ എന്ത് ചെയ്യുക ഇൻറ്റ് എക്സ് കോമ വൈ. അപ്പോൾ എന്ത് ചെയ്യുക ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ എക്സിക്കും വൈക്കും വാല്യൂ വരേണ്ടി വരും. അത് എന്ത് ചെയ്യേണ്ടി വരും ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അങ്ങോട്ട് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ മെയിൻ എന്നുള്ള ഫംഗ്ഷൻ തുടങ്ങുകയാണ്, നമ്മൾ പ്രോഗ്രാം എഴുതി തുടങ്ങുകയാണ്. ഇൻറ്റ് വൈ ഈസ് ഈക്വൽ ടു സം ഓഫ് 10,15. അപ്പോൾ എന്ത് ചെയ്യുക 10ഉം 20ഉം. അപ്പോൾ നേരെ ഫംഗ്ഷൻ എന്ത് ചെയ്യും ഇങ്ങോട്ട് കോൾ ചെയ്യുമ്പോൾ 10 എന്നുള്ളത് എക്സിലും അതേപോലെ തന്നെ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലും അതേപോലെ തന്നെ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയിലും വരും. മനസ്സിലായി? നേരെ ഇവിടെ എടുത്തു എന്നിട്ട് എന്ത് ചെയ്യും നേരെ ഇവിടെ വന്നു. അത് രണ്ടും 10ഉം 15ഉം കണ്ടു 25 വരും. അത് റിസൾട്ടിൽ വരും. അത് അവിടെ നിന്ന് എന്ത് ചെയ്യും റിട്ടേൺ ചെയ്യുന്ന 25 എന്ത് ചെയ്യും വൈയിൽ വരും. അവിടുത്തെ വൈയിലോട്ട് വരും. മനസ്സിലായി? അവിടുത്തെ എന്ത് ചെയ്യുക അവിടെ റിട്ടേൺ ചെയ്യുമ്പോൾ എന്താണ് ഇൻ്റാണ്. കണ്ടോ ഇൻ്റാണ് ഇവിടുത്തെ റിട്ടേൺ ടൈപ്പ്. മനസ്സിലായോ? ഇൻ്റാണ് അവിടുത്തെ റിട്ടേൺ ടൈപ്പ്. എന്ത് ചെയ്യും അത് റിട്ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്യും അത് ഇതിൽ വരും. ഇതേപോലെ ഇൻറ്റ് വൈ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഇൻ്റാണ്. ഇവിടെ എന്താണോ നമ്മളെ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ആ വേരിയബിൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെയും കൊടുക്കണം. മനസ്സിലായി? വൈ. അപ്പോൾ എന്ത് ചെയ്യുക ഇവിടുന്ന് 10ഉം 15ഉം ഇവിടുന്ന് പോകും. അവിടെ ചെന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും അത് അവിടുന്ന് റിട്ടേൺ ചെയ്യും. അതിവിടെ സ്റ്റോർ ചെയ്യും. ഇതാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. അടുത്തത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. മൂന്നാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ലൈക്ക് വേരിയബിൾ ഓൾ ഫങ്ഷൻസ് ഇൻ സി മസ്റ്റ് ബി ഡിക്ലെയർ ബിഫോർ ദേ ആർ ഇൻവോക്ഡ്. ആ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം ആ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്നൊരു സംഭവം ഉപയോഗിക്കാൻ പോകുന്നുണ്ട് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ഒരു ആമുഖമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കുകയാണ്. എ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓൾസോ നോൺ ആസ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നൊക്കെ എക്സാമിന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്ലറേഷനാണ്. ഇറ്റ് കൺസിസ്റ്റ് ദ 4 പാർട്ട്. ഇതിനെന്തുണ്ട് 4 പാർട്ട് ഉണ്ട്. ഫംഗ്ഷൻ്റെ ടൈപ്പ്, റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, എൻ്റെ ടെർമിനേറ്റിംഗ് സെമി കോളൻ. ലാസ്റ്റ് എന്തുണ്ടാവും ഒരു സെമി കോളൻ ഉണ്ടായിരിക്കും. അതായത് ഇൻറ്റ് സം ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ എന്നാണ് സെമി കോളൻ കൊടുക്കും. അപ്പോൾ അതിന് എന്ത് പറയാം ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്തത് കാറ്റഗറീസ് ഓഫ് ഫങ്ഷൻസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞത് ഫംഗ്ഷൻ്റെ ടൈപ്പാണ്. 2 കാറ്റഗറി ഉണ്ട്. ബിൽറ്റിംഗ് ഫങ്ഷൻസ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. ബിൽറ്റിംഗ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. പ്രിൻ്റ് എഫ്, സ്കാൻ എഫ് അതൊക്കെയാണ്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവത്തിനാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞത്. അതിനെന്തുണ്ടാവും ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഉണ്ടാവും, ഫംഗ്ഷൻ ഡെഫിനീഷൻ ഉണ്ടായിരിക്കും, ഫംഗ്ഷൻ കോളിങ്. അങ്ങനെ 3 ഭാഗങ്ങളാണുള്ളത്. ഓരോന്നിനും എന്തൊക്കെ പിന്നെ കാറ്റഗറൈസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പ്രത്യേകം നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇതാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ. താങ്ക് യു.